Hi everyone, welcome back to our channel. ഇന്ന് നമുക്ക് പൈത്തൺ ഡേറ്റ് മൊഡ്യൂളിനെ കുറിച്ചിട്ട് പഠിക്കാം. പൈത്തൺ പ്രോഗ്രാമുകളിൽ ഡേറ്റ്, ടൈം ഇന്റർവൽ എന്നിവ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ് ടൈം മൊഡ്യൂള് ഉപയോഗിക്കുന്നത്. ഇതിൽ ഡേറ്റ് ടൈം, ഡേറ്റ്, ടൈം ഡെൽറ്റ എന്നീ ക്ലാസ്സുകളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ്. ആദ്യമായിട്ട് നമുക്ക് ഡേറ്റ് ടൈം മൊഡ്യൂളിനെ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് from DateTime, import DateTime. ഇനി അടുത്തത് കറണ്ട് ഡേറ്റ് ടൈം എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമുക്ക് ഇപ്പോൾ കറണ്ട് ഡേറ്റ് ടൈം ഒരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. ഫസ്റ്റ് ഞാൻ നൗ എന്ന് പറഞ്ഞൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ അത് ഈക്വൽ ടു ഇതിൽ ഡേറ്റ് ടൈം എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിന് എടുക്കാം. ഡോട്ട് നൗ എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുക അതിൽ നിന്ന്. അപ്പം നമുക്കതിൽ കറണ്ട് ഡേറ്റ് ടൈം കിട്ടും. നമുക്കത് സി എന്ന് പറഞ്ഞ ഫംഗ്ഷനുള്ളിലാക്കിയിട്ട് കറണ്ട് ഡേറ്റ് ടൈം കൊടുക്കാം. നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വർഷം, മാസം, ദിവസം, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ്, മൈക്രോ സെക്കൻഡ് എന്നിവ റിട്ടേൺ ചെയ്ത് തരുന്നുണ്ട് അതിൽ. ഇനി നമുക്ക് അടുത്തത് strf ടൈം എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് തീയതി ഫോർമാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞാനിതിൽ ഫോർമാറ്റഡ് നൗ എന്ന് പറയുന്ന ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിലേക്ക് ഞാൻ നൗ എന്ന് പറയുന്ന നമ്മളിവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഡേറ്റ് ടൈം എടുക്കുകയാണ്. ഇനി അതിൽ ഡോട്ട് strf ടൈം, ഇത് ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഇതിലേക്ക് ഞാൻ ഏത് രീതിയിലാണ് എനിക്ക് ഫോർമാറ്റിംഗ് വേണ്ടതെന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിൽ ആദ്യം ഫോർമാറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രിങ്ങിൻ്റെ ഉള്ളിലാക്കണം. എന്നിട്ട് ആദ്യം ഒരു മോഡ് സൈൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് സൈൻ ഇടാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ ഇയർ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഞാനതിൽ ഈ ഒരു സ്ലാഷ് സൈൻ ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും മോഡ് സൈൻ ഇട്ടിട്ട് എനിക്ക് അടുത്തത് മന്താണ് വേണ്ടത്. അപ്പോൾ ഞാൻ സ്മോൾ ലെറ്റർ എം ഇട്ട് കൊടുത്തു. വീണ്ടും ഒരു സ്ലാഷ് സൈൻ ഇട്ട് കൊടുക്കാം. ദെൻ അടുത്തത് എനിക്ക് വേണ്ടത് ഡേ ആണ്. അപ്പം ഞാനത് സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ എനിക്ക് സമയം ഫോർമാറ്റ് ചെയ്യണം. അതിന് ഞാൻ ഫസ്റ്റ് ഒരു സ്പേസ് ഇട്ടിട്ട് ദെൻ ഫസ്റ്റ് വന്നിട്ട് ഞാൻ അവർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ വെച്ച് കൊടുത്തു. ദെൻ അതിൽ എനിക്ക് അടുത്തത് വേണ്ടത് മിനിറ്റ് ആണ്. മിനിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി അതിന് എനിക്ക് വേണ്ടത് സെക്കൻഡ് ആണ്. സെക്കൻഡിന് വേണ്ടിയിട്ട് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എസ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോർമാറ്റഡ് ഡേറ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അതിന് പ്രിന്റ് ഫോർമാറ്റഡ് ഡേറ്റ്, ദെൻ ഒരു കോമ കൊടുക്കാം. പിന്നെ നമ്മുടെ ഫോർമാറ്റഡ് നൗ എന്ന് പറയുന്ന ആ വാരിയബിൾ ഇവിടെ കൊടുക്കാം. ദെൻ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത ഫോർമാറ്റിൽ നമുക്ക് ആ ഡേറ്റും ആ ടൈമും സെറ്റായി വന്നിട്ടുള്ളതായിട്ട് കാണാം. അടുത്തതായിട്ട് ഇനി നമ്മൾ strp ടൈം ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രിംഗ് തീയതിനെ എങ്ങനെ നമുക്ക് ഒരു ഡേറ്റ് ആക്കി മാറ്റാമെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡേറ്റ് സ്ട്രിംഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. str ഞാനിതിൽ 2024, അതുപോലെ അടുത്ത ഡേറ്റ് വരുന്നത് ഒരു 10 ഇടാം. ദെൻ അതിൻ്റെ ഒരു ഡേയും കൂടി ഇടാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ഹവറും പിന്നെ മിനിറ്റും പിന്നെ സെക്കൻഡും കൂടി നമുക്ക് ഇടാം.
അപ്പം ഇതാണ് എൻ്റെ ഡേറ്റ് സ്ട്രിങ് വരുന്നത്. അതിനുശേഷം ഞാനിതിനെ പാസ് ചെയ്യാൻ പോവാണ്. അതായത് ഈ ഒരു സ്ട്രിങ്ങിനെ എടുത്തിട്ട് ഡേറ്റ് ടൈം ഒബ്ജക്റ്റ് ആക്കി മാറ്റാനായിട്ട് പോവാണ്. അതിനിപ്പം ഞാനൊരു വാരിയബിൾ നെയിം കൊടുക്കാൻ പോവാണ്, പാസ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട്. ഇനി അതിലേക്ക് ഞാൻ എൻ്റെ ഡേറ്റ് ടൈം എന്ന മൊഡ്യൂളിൽ നിന്ന് strp ടൈം എന്ന ഫങ്ഷൻ യൂസ് ചെയ്യാണ്. അതിൻ്റെ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് ഞാൻ ഈ ഡേറ്റ് സ്ട്രിങ് ആണ് കൊടുക്കുന്നത്, ദെൻ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഫസ്റ്റ് നമുക്ക് പെർസെൻറ്റേജ് സൈൻ ഇടാം, അത് കഴിഞ്ഞ് ക്യാപിറ്റൽ ലെറ്റർ Y ഇടാം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ Y ഇടുന്നത് നമ്മൾ സ്മോൾ ലെറ്റർ Y ആണ് നേരത്തെ യൂസ് ചെയ്തിരുന്നത്. ഇതൊരു 2 ഡിജിറ്റ് ഫോമാറ്റിലെ ഡേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ക്യാപിറ്റൽ ലെറ്റർ Y ഇട്ടാലാണ് അത് 4 ഡിജിറ്റ് ഫോമാറ്റിലെ ഡേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ Y ഇട്ട് കൊടുക്കാം. ദെൻ എനിക്ക് ഇനി ഇതിൽ വേണ്ടത് എൻ്റെ മന്താണ്. മന്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് M കൊടുക്കുക. അതുപോലെ ഇതിലെനിക്ക് ഡേ ആണ് വേണ്ടത്. അപ്പം ഡേ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് D കൊടുക്കാം. ഒരു സ്പേസ് ഇടാം. ദെൻ നമുക്കിനി ഇതിൽ നമ്മുടെ ഹവർ, മിനിറ്റ്, സെക്കൻഡ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഡേറ്റ് ടൈം ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ ഒരു സ്ട്രിങ് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോമാറ്റ് വരുന്നത്. ഇനി അതിൽ നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിന്റ് പാസ്വേഡ് ഡേറ്റ്. നമ്മളിതിൽ ആ ഡേറ്റ് സ്ട്രിങ് കൊടുക്കുക, പാസ്വേഡ് സ്ട്രിങ് കൊടുക്കുക. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുത്ത ആ ഒരു ഡേറ്റ് ടൈം എന്ന് പറയുന്ന സ്ട്രിങ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് ഒന്ന് നോക്കാം. ഇപ്പം ഞാനിതിൽ ടൈപ്പ് ഓഫ് ഡേറ്റ് സ്ട്രിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതൊരു സ്ട്രിങ് ഫോമാറ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക. അറ്റ് ദ സെയിം ടൈം ഞാനിതിൽ പാസ്വേഡ് സ്ട്രിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു ഡേറ്റ് ടൈം ഒബ്ജക്റ്റ് ആണ് തരുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ നമുക്കൊരു സ്ട്രിങ് ഫോമാറ്റിൽ നമുക്കൊരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഡേറ്റ് ടൈം ഒബ്ജക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് strp ടൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്, അടുത്തതായിട്ട് ടൈം ഡെൽറ്റ ക്ലാസ് ഉപയോഗിച്ചിട്ട് ഒരു തീയതിക്ക് സമയം കൂട്ടുന്നതും കുറയ്ക്കുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിന് നമുക്ക് ഫസ്റ്റ് ടൈം ഡെൽറ്റ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിന് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിന് ഫ്രം ഡേറ്റ് ടൈം പറയുന്ന മൊഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ട് ടൈം ഡെൽറ്റ ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ ഫ്യൂച്ചർ ഡേറ്റ് എന്ന് പറഞ്ഞ് ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നൗ, അതായത് ഈ ഒരു നൗ ഞാൻ എടുക്കുവാണ്. ഈ നൗ ആ ഒരു കറണ്ട് ഡേറ്റിലേക്ക് ഞാനൊരു 5 days ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നൗ പ്ലസ് ടൈം ഡെൽറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തിട്ട് അതിലേക്ക് ഡേയ്സ് എന്ന് പറയുന്നത് ഒരു 5 days ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു ഫ്യൂച്ചർ 5 days ലേറ്റർ എങ്ങനെയാണ് ആ ഡേറ്റ് വരുന്നത് നോക്കാം. അതിന് പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തു. അതിൽ 5 days later എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് കൊടുത്തു. ദെൻ എനിക്ക് എൻ്റെ ഫ്യൂച്ചർ ഡേറ്റ് കൊടുക്കുവാണ്. ഫ്യൂച്ചർ ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 days later എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഫ്യൂച്ചർ ഡേറ്റ്, അപ്പം നമ്മുടെ കറണ്ട് ഡേറ്റ് എന്ന് പറയുന്നത് 2024 11/5 ആയിരുന്നു. അപ്പം നമ്മുടെ ഫ്യൂച്ചർ ഡേറ്റ് എന്ന് പറയുന്നത് 5 മാറി ഇവിടെ 10 ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഡേയ്സ് കൂട്ടി കൊടുക്കുന്നത്. ഒരു തീയതിയിലേക്ക് നമ്മൾ ഡേയ്സ് കൂട്ടി കൊടുക്കുന്ന ആ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത്. നമുക്കിതുപോലെ അപ്പം സമയം കുറച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടി നോക്കാം. അപ്പം അതിന് സബ്സ്ട്രാക്ട് ചെയ്യാനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിൽ ഞാൻ ഏർലിയർ ടൈം എന്ന് പറയുന്ന ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. _time. അതിലേക്ക് ഞാൻ എൻ്റെ കറണ്ട് ടൈമാണ് എടുക്കുന്നത്. ഇനി അതിൽ നിന്ന് ടൈം ഡെൽറ്റ ഉപയോഗിച്ചിട്ട്
ഒരു 2 മണിക്കൂർ ഞാൻ കുറയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഹവേഴ്സ് ആണ് കുറയ്ക്കുന്നത്. അപ്പോൾ ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഹവേഴ്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കിതിൽ 2 മണിക്കൂർ കുറഞ്ഞു കിട്ടും. നമുക്കിതിന് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിൻ്റ് ഫംഗ്ഷനിൽ 2 hours earlier എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കാം. earlier time. ആണ് വരുന്നത്. ഇത് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 hours earlier എന്ന് പറയുന്ന ടൈം വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് കറണ്ട് ടൈം വന്നിട്ടുണ്ടായിരുന്നത് 02 hours 32 minute 6 second ദെൻ മില്ലി സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പോയിട്ട് ഇപ്പം നമുക്ക് 00 hours എന്ന് പറയുന്ന രീതിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇപ്പം ടൈം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ 2 hours കൂട്ടാനും ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിപ്പം പ്ലസ് സൈൻ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 hours ആഡ് ചെയ്തിട്ട് വന്നേനെ, മൈനസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 2 hours കുറഞ്ഞിട്ട് വരും. അപ്പോൾ തന്നെ ഡേയ്സിൻ്റെയും സിമിലർ ആണ്. നമ്മളിവിടെ മൈനസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 5 days മുന്നേ എർലിയർ ആയിട്ടുള്ള ഡേറ്റ് നമുക്ക് കിട്ടും. 5 days ലേറ്റർ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്ലസ് സൈൻ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയാണ് നമ്മളിങ്ങനെ ടൈം ഡെൽറ്റ ഉപയോഗിച്ചിട്ട് തീയതി നമ്മൾ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഡേറ്റ് ടൈം ഒബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഇപ്പം വർഷം, മാസം, ദിവസം തുടങ്ങിയ കമ്പോണൻസ് എളുപ്പത്തിൽ എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം നമ്മളിതിൽ നൗ എന്ന് പറയുന്ന ഒരു ഡേറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കൊന്ന് നൗ എടുത്ത് നോക്കാം. നൗ വരുന്നത് ഇതാണ് 20/24/11/5 ദെൻ 2 hours 32 minute 6 second എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇത്രയും മില്ലി സെക്കൻഡ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇയറും മന്തും ഡേ ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. അതിന് ഞാൻ നൗ ഡോട്ട് ഇയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇയർ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തന്നെ ഞാനിതിൽ നൗ ഡോട്ട് മന്ത് ആണ് ചെയ്യുന്നതെങ്കിൽ എനിക്കതിൽ നിന്ന് മന്ത് മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ ഞാനിതിൽ നൗ ഡോട്ട് ഡേ ചെയ്യുന്ന സമയത്ത് എനിക്കതിൽ ഡേ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. സോ ഇത്രയാണ് നമ്മുടെ ഇന്നൊരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്, ആൻഡ് ഇഫ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ്.